എല്ലാവർക്കും നമസ്കാരം. ടൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെറ്റ് എക്സാമിന്റെ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും പഠനം ആരംഭിച്ചോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് അർത്ഥമൊന്നും തന്നെയില്ല. എല്ലാവരും തന്നെ പഠനം ആരംഭിച്ചിട്ടുണ്ടാകും. നമുക്കെല്ലാം അറിയാം, ഒരുപാട് കാലങ്ങളായിട്ട് സെറ്റും ബി.എഡും ഒക്കെ ഉള്ളവർ കാത്തിരുന്ന കൊമേഴ്സ് HSST എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ജൂലൈ 17-ാം തീയതി അവസാനിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി സെറ്റ് എക്സാം നേടിയെടുത്തവരാണെന്നുണ്ടെങ്കിൽ, കൊമേഴ്സ് B.എഡുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു HSST എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ സെറ്റ് നേടിയെടുക്കാൻ ഇതുവരെ സാധിക്കാത്തവർ ഇപ്പോഴും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരും തന്നെ നിരാശപ്പെടേണ്ട. അടുത്ത 3-4 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വീണ്ടും അവസരം അതിന് വേണ്ടിയിട്ടുണ്ടാകും. അപ്പം അന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് ഈ അവസരം ഒരിക്കലും വഴുതി മാറിപ്പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റ് എക്സാം നേടിയെടുക്കാനായിട്ട് എല്ലാവരും തീവ്രമായി പരിശ്രമിക്കുക. ആ പരിശ്രമത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ് ടോസ് അക്കാഡമി ഇന്ന് വന്നിട്ടുള്ളത്. അതായത് സെറ്റ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു സ്റ്റഡി പ്ലാൻ ആണ്. അതായത് നമ്മൾക്കിനി മുമ്പിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം 25ഓളം ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠിക്കുക. നിങ്ങൾ ഓൾറെഡി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. മാക്സിമം കവർ ചെയ്യാവുന്ന ടോപ്പിക്സ് ഒക്കെ തന്നെ കവർ ചെയ്യുക. അപ്പം ആ കൂട്ടത്തിൽ ഒട്ടും മിസ് ചെയ്ത് കളയാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു 25 ടോപ്പിക്സ് ആണ് നമ്മളിവിടെ പറഞ്ഞു തരുന്നത്. ഇപ്പം നിങ്ങൾ ഓരോ ദിവസവും കവർ ചെയ്യുന്ന ടോപ്പിക്സിന്റെ കൂടെ ഈ ഒരു ടോപ്പിക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പോവുക. ഒരിക്കലും ഈ ടോപ്പിക്സ് മിസ് ചെയ്ത് കളയരുത്. കഴിഞ്ഞ 2-3 തവണത്തെ സെറ്റ് എക്സാമുകളിലായിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുള്ള കുറച്ച് ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അത് ഉറപ്പായിട്ടും പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് സെറ്റ് കൊമേഴ്സിന് വേണ്ടിയിട്ടുള്ള 25 ഡേയ്സിൽ നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ള 25 ടോപ്പിക്സ് ആണ്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത് യൂണിറ്റിൽ നിന്ന് നിങ്ങൾ ഒട്ടും വിട്ട് കളയാൻ പാടില്ലാത്തതായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് 12 ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് കവർ ചെയ്ത് തീർക്കാവുന്നതാണ്. ഇനി ഓരോരോ ടോപ്പിക് ആയിട്ട് നമ്മൾക്ക് എടുത്ത് നോക്കാം. ഒന്നാം ദിവസം നിങ്ങൾ കവർ ചെയ്യുന്ന ടോപ്പിക്കിന്റെ കൂടെ തന്നെ നിങ്ങൾ മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻസ്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്, ഓഥേഴ്സ് ആയിട്ട് വരുന്നതായിട്ടുള്ള ബുക്സ്, അതേപോലെ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്സ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസും അതേപോലെ തന്നെ സയന്റിഫിക് പ്രിൻസിപ്പിൾസും നോക്കി പോവുക. ഇത്രയും ടോപ്പിക്സ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഒരിക്കലും വിട്ട് കളയരുത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ 2-3 തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ഇതിന്റെ ചോദ്യങ്ങൾ വിട്ടുകളയാതെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ ഒരിക്കലും വിട്ടുകളയാതെ പഠിച്ചുകൊണ്ട് പോവുക. ഈ ഭാഗത്ത് നിന്ന് വന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ഇവിടെ തന്നിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻസിന്റെ ഭാഗത്ത് നിന്ന് ആ ഡെഫിനിഷൻ ചോദിച്ചിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ആരാണ് തന്നത്, അല്ലെങ്കിൽ ഇത് ആരുടെ ഡെഫിനിഷൻ ആണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ബുക്സ് തന്നിട്ട് അതിന്റെ ഓഥർ ആരാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്സിൽ നിന്ന് പല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറ്. അതായത് ഇന്ന സ്കൂൾ ഓഫ് തോട്ടിൽ പെടാത്ത ആൾ, അതിനെ സപ്പോർട്ട് ചെയ്യാത്ത ആൾ, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ആൾ ആരാണ്. അതുപോലെ തന്നെ മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം ഈ രീതിയിൽ സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ടിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചും സയന്റിഫിക് മാനേജ്മെന്റ് സ്കൂൾ, ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് സ്കൂൾ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് സ്കൂൾ, അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻ സ്കൂൾ. ഇത്രയും സെക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ നിന്നും സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും കോമൺ ആയിട്ട് കാണാറുണ്ട്. On the second day, please try to cover these 3 topics along with your already set timetable. ഈ 3 ടോപ്പിക്കുകൾ നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്യുന്ന ടൈം ടേബിളിന്റെ കൂടെ 2-ാം ദിവസം പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് 3ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ടൈപ്സ് ഓഫ് പ്ലാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് പ്ലാൻസ് എന്ന് പറയുമ്പോൾ സിംഗിൾ യൂസ് പ്ലാൻസും മൾട്ടി യൂസ് പ്ലാൻസും, അതിനകത്ത് വരുന്ന ഓരോ ടൈപ്സ് ഓഫ് പ്ലാൻസ്, അതേപോലെ തന്നെ അതിന്റെ ഡെഫിനിഷൻസ്, അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ള കാര്യം കൂടി പഠിച്ചു വെക്കുക. ഇത് എന്ത് തരത്തിൽ, ഇപ്പോൾ ബഡ്ജറ്റ് അത് സിംഗിൾ യൂസ് പ്ലാൻസ് ആണ്. അതുപോലെ പോളിസീസ് അത് സ്റ്റാൻഡിംഗ് പ്ലാൻ ആണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഏത് ക്ലാസിഫിക്കേഷന്റെ അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ ഇത് ഓരോന്നും എന്താണ് എന്നുള്ളതും കൂടി പഠിച്ചു വെക്കുക. പിന്നെ MBO, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സിന്റെ കേസിൽ നിന്ന് അതിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ്? പീറ്റർ എഫ് ഡ്രക്കർ ആണ്. അതുപോലെ തന്നെ പീറ്റർ എഫ് ഡ്രക്കർ എഴുതിയതായിട്ടുള്ള ബുക്സ് എന്തൊക്കെയാണ്, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സിന്റെ മറ്റുള്ള പേരുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ സ്പാൻ ഓഫ് കൺട്രോൾ എന്താണ്, സ്പാൻ ഓഫ് കൺട്രോൾ
ഇപ്പം കഴിഞ്ഞ തവണ ചോദിച്ചതായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത്. ഒരു മാനേജറിന് സ്പാൻ ഓഫ് കൺട്രോളിനെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യാത്ത ഫാക്ടർ ഏതാണെന്നുള്ളത്. ഇപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കാൻ ഇക്വേഷൻ കൊണ്ടുവന്നത് VA ഗ്രീക്കുഡാസ് ആണ്. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. മൂന്നാമത്തെ ദിവസം മോട്ടിവേഷൻ തിയറീസും ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സും കവർ ചെയ്യുക. ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. എല്ലാ വർഷവും ഈ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒട്ടും വിട്ടുകളയരുത്. മോട്ടിവേഷൻ തിയറീസ് എല്ലാം തന്നെ അതിൻ്റെ ഓഥേഴ്സ് ആരാണെന്ന് ഉൾപ്പെടെ അതിനകത്തുള്ള ഫാക്ടേഴ്സ് ഉൾപ്പെടെ പഠിച്ചു വെക്കുക. അതുപോലെ ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ്, അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉൾപ്പെടെ പഠിച്ചു വെക്കുക. നാലാമത്തെ ദിവസം ഫസ്റ്റ് യൂണിറ്റിന്റെ ഭാഗമായിട്ടുള്ള സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് മോഡൽസും സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ് ഈ രണ്ട് ടോപ്പിക്സ് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഇച്ചിരി വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എങ്കിലും ഒഴിച്ചുകൂടാൻ പാടില്ല. ഇത് പഠിച്ചു തന്നെ വെക്കുക. മോഡൽസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എൻവയോൺമെന്റ് അനാലിസിസ് മോഡൽസ്, അതായത് പെസ്റ്റ് അനാലിസിസ്, SWOT അനാലിസിസ്, ടോപ്സ് മെട്രിക്സ്, ഇങ്ങനെ എൻവയോൺമെന്റ് അനാലിസിസ് ടെക്നിക്സും അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് അനാലിസിസ്, അതായത് പോട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ, അതൊക്കെ ഉൾപ്പെടും. അതുപോലെ സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ്, അതായത് പോട്ടറിന്റെ ജനറിക് സ്ട്രാറ്റജീസ്, ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി, ഇന്റഗ്രേഷൻ സ്ട്രാറ്റജി, റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജീസ്, ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് എല്ലാം തന്നെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്റഗ്രേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റഗ്രേഷനകത്ത് തന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, ഫോർവേഡ് വെർട്ടിക്കൽ, ബാക്ക്വേർഡ് വെർട്ടിക്കൽ, ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടെ എന്താണ് ഏതാണെന്ന് ഉൾപ്പെടെ എല്ലാം പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വിട്ടുകളയാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കാണ് BCG മെട്രിക്സ് എന്ന് പറയുന്നത്, ബോസ്റ്റൺ കൺസൾട്ടൻസി ഗ്രൂപ്പ് മെട്രിക്. ഫസ്റ്റ് യൂണിറ്റിന്റെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് വരുന്നതായിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ BCG മെട്രിക്സിനകത്ത് 4 സെൽസ് അതെന്ത് തരത്തിലുള്ള SBUസിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കാനും വളരെ എളുപ്പമാണ്. ആ സെല്ലിന്റെ ആ ഒരു ഇമേജ് പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ അത് ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും. അത് ഉറപ്പായിട്ടും പഠിച്ചുകൊണ്ട് പോവുക. അപ്പോൾ BCG പോർട്ട്ഫോളിയോ മെട്രിക്സിനകത്തുള്ള 4 സെൽസ് എന്ന് പറയുന്നത് സ്റ്റാർസും, ക്യാഷ് കൗസും, ക്വസ്റ്റ്യൻ മാർക്സും, ഡോഗ്സും ആണ്. ഇതിനകത്ത് സ്റ്റാർസ് എന്ന് പറയുന്നത് പേരിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇൻഡസ്ട്രി ഗ്രോത്ത് റേറ്റും മാർക്കറ്റ് ഷെയറും ഹൈ ആയിട്ടുള്ള SBUs ആണ്. ഡോഗ്സ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ഗ്രോത്ത് റേറ്റും മാർക്കറ്റ് ഷെയറും ലോ ആയിട്ടുള്ള SBUs ആണ്. ഇനി ക്യാഷ് കൗസ് എന്ന് പറയുമ്പോൾ ഹൈ മാർക്കറ്റ് ഷെയറോട് കൂടിയ SBUs ആണ്. സ്ലോ ഗ്രോത്ത് ഇൻഡസ്ട്രിയിൽ ഹൈ മാർക്കറ്റ് ഷെയറോട് കൂടിയ SBUs ആണ് ക്യാഷ് കൗസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഹൈ ഗ്രോത്ത് റേറ്റ് ഉള്ള ഇൻഡസ്ട്രിയിൽ ലോ മാർക്കറ്റ് ഷെയറോട് കൂടിയ SBUs ആണ്. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരികയാണ്. 6th ഡേയിൽ നിങ്ങൾ സെക്കൻഡ് യൂണിറ്റിന് ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ്സ് കോമ്പണൻസ് ഇതൊന്ന് ഓടിച്ച് പഠിച്ചു വിട്ട് പോകണം. ഇതിൽ നിന്ന് എല്ലാ തവണയും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. എങ്കിലും ബിസിനസ് എൻവയോൺമെന്റ് എന്താണ്, അതിന്റെ കോമ്പണൻസ്, അതായത് ഇന്റേണൽ എൻവയോൺമെന്റും എക്സ്റ്റേണൽ എൻവയോൺമെന്റും അതിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, ഇനി അതിന്റെ ഓരോന്നും. എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ മൈക്രോ ഉണ്ട്, മാക്രോ എൻവയോൺമെന്റ് ഉണ്ട്. ഇപ്പം മാക്രോ എൻവയോൺമെന്റിൽ വരുന്ന ഇപ്പം സോഷ്യൽ എൻവയോൺമെന്റ്, എക്കണോമിക് എൻവയോൺമെന്റ്, ലീഗൽ എൻവയോൺമെന്റ്, ഇതിന്റെ ഓരോന്നിന്റെയും അണ്ടറിൽ വരുന്ന കോമ്പണൻസ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. 7th ഡേയിൽ കവർ ചെയ്യുക ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഓഫ് RBI, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഡിഫറെന്റ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഉറപ്പായിട്ടും ക്ലാരിഫിക്കേഷനോട് കൂടി പഠിച്ചു വെക്കുക. അതിനകത്ത് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ക്രെഡിറ്റ് റേഷനിങ്, ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് വരുന്നുണ്ട്. ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കുക. 8th ഡേയിൽ കവർ ചെയ്യുക സെക്കൻഡ് യൂണിറ്റിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രധാനമായിട്ടും IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഇപ്പം IMF എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ IMF ആണെങ്കിലും വേൾഡ് ബാങ്ക് ആണെങ്കിലും ഇതിന്റെ ഓരോന്നിന്റെയും മെമ്പർ കൺട്രീസ് എത്രയുണ്ടെന്നുള്ളതും അത് ഫോം ചെയ്ത വർഷം, പിന്നെ ഏത് കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് ഇത് ഫോം ചെയ്തത് എന്നുള്ള കാര്യം, പിന്നെ IBRDയുടെ ഭാഗത്തോട്ട് വരുമ്പോൾ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഓരോന്നിന്റെയും ഫുൾ ഫോം, അതിന്റെ ഓരോന്നിന്റെയും ഫങ്ഷൻസ്, IMFുമായിട്ട് ബന്ധപ്പെട്ട് SDR, ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണെങ്കിലും അതിനെപ്പറ്റി പഠിക്കുമ്പോൾ ഗാർഡിന്റെ കാര്യങ്ങളും കൂടി പഠിച്ചു വെക്കുക. അടുത്തത് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ്. ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും വരും. കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗത്ത് നിന്നാണ്. അപ്പം അതിന്റെ ക്ലാസിഫിക്കേഷനും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നൊക്കെ പഠിച്ചു വെക്കുക. യൂണിറ്റ് 4ലേക്ക് വന്നു കഴിയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് റിസർച്ച്, ടൈപ്സ് ഓഫ് റിസർച്ചും അതുപോലെ തന്നെ റിസർച്ച് പ്രോസസ്. അപ്പം 10th ഡേയിൽ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സിന്റെ കൂടെ ഈ ഒരു ഭാഗം കൂടി ഉൾപ്പെടുത്തുക, റിസർച്ചിന്റെ ടൈപ്സും അതേപോലെ തന്നെ പ്രോസസ്സും. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ചിൽ നിന്ന് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ മാച്ച് ദ ഫോളോവിങ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. റിസർച്ച് പ്രോസസ്, അതിന്റെ സ്റ്റെപ്സ്, അതിന്റെ സീക്വൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അടുത്ത ദിവസം റിസർച്ച് ഡിസൈൻ, അതുപോലെ തന്നെ മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ്, ഈ 2 ടോപ്പിക്സ് പഠിക്കുക. റിസർച്ച് ഡിസൈനിന്റെ ഭാഗത്ത് നിന്ന് എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടേംസ്, അതായത് എക്സ്പെരിമെന്റ് ഗ്രൂപ്പ്, കൺട്രോൾ ഗ്രൂപ്പ്, അതുപോലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, എക്സ്ട്രേനിയസ് വേരിയബിൾ, ഡിപെൻഡന്റ് വേരിയബിൾ, അതുപോലെ തന്നെ അതിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ലോക്കൽ കൺട്രോൾ, പ്രിൻസിപ്പിൾസ് ഓഫ് റാൻഡമൈസേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. മെഷർമെന്റ് ആൻഡ് സ്കെയിലിൽ നിന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ്, ഓരോന്നിന്റെ ഫീച്ചേഴ്സ്, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ പഠിച്ചു വെക്കുക. 12th ഡേയിൽ സാമ്പിളിംഗ് ഫണ്ടമെന്റൽസ്, റിസർച്ചിന്റെ തന്നെ ഭാഗമായിട്ട് വരുന്ന സാമ്പിളിംഗ് ഫണ്ടമെന്റൽസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ സാമ്പിളിംഗ് ഫണ്ടമെന്റൽസ് എന്ന് പറയുമ്പോൾ സാമ്പിളിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടേംസ്, അതുപോലെ തന്നെ സാമ്പിളിംഗ് ടെക്നിക്സ്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാമ്പിളിംഗ് ടേംസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പോപ്പുലേഷൻ എന്താണ്, സാമ്പിളിംഗ് ഫ്രെയിം എന്താണ്, സാമ്പിൾ എന്താണ് എന്നൊക്കെ അതിനകത്ത് ഉൾപ്പെടും. അതുപോലെ തന്നെ പ്രൊബബിലിറ്റി ആൻഡ് നോൺ പ്രൊബബിലിറ്റി ടെക്നിക്സ് ഏതാണെന്നുള്ളതും അത് എന്തൊക്കെയാണ് എന്നുള്ളതും പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷനും മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ആദ്യത്തെ 12th ഡേയ്സ് നിങ്ങൾ ഫലപ്രദമായിട്ട് വിനിയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള 13 മുതൽ 24 വരെയുള്ള ദിവസങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ പ്രോബ്ലം പേപ്പേഴ്സ് കൂടി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പ്രോബ്ലം ഏരിയയിലെ ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ യൂണിറ്റ് 3, യൂണിറ്റ് 5 ആൻഡ് യൂണിറ്റ് 6, ഈ 3 യൂണിറ്റുകളും തിയറിയോടൊപ്പം പ്രോബ്ലം ചോദിക്കുന്ന ഏരിയാസ് ആണ്. അപ്പോൾ മുൻവർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും അതുപോലെ നമ്മുടെ അശ്രദ്ധ മൂലം മാർക്ക് പോകാനും പറ്റുന്ന 3 ടോപ്പിക്കുകളാണ് ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പോൾ 13ാമത്തെ ദിവസം നമ്മൾ യൂണിറ്റ് 3ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഫൈനൽ അക്കൗണ്ട്സ് ആണ് പ്രധാനമായിട്ടും ആ ഒരു ദിവസം നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റിവെക്കേണ്ടത്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അതിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സുകൾ, കൺവെൻഷൻസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഓൾസോ ഇൻക്ലൂഡിങ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും കോൺസെപ്റ്റ്സും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇതുവരെ സെറ്റ് എക്സാമിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. മോർ ദാൻ 2 ക്വസ്റ്റ്യൻസ് വരെ കഴിഞ്ഞ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സുകൾ എന്ന് പറയുമ്പോൾ ഗോയിങ് കൺസേൺ, മണി മെഷർമെന്റ്, അതുപോലെ തന്നെ മെറ്റീരിയാലിറ്റി, ഒബ്ജക്റ്റിവിറ്റി, എല്ലാ കോൺസെപ്റ്റ്സുകളും അതിന് ഉദാഹരണങ്ങളും പഠിച്ചു വെക്കുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ദാറ്റ് മീൻസ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നും ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നും പ്രത്യേകം ലിസ്റ്റ് തയ്യാറാക്കി പഠിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന മറ്റൊരു ഏരിയയാണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും ഫൈനൽ അക്കൗണ്ട്സിൽ നിന്നും പ്രോബ്ലം ആണ് ചോദിക്കാറുള്ളത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും ചോദിക്കാറുണ്ട്, ബാലൻസ് ഷീറ്റിന്റെ ഓർഡർ, ദാറ്റ് മീൻസ് ലിക്വിഡിറ്റി ഓർ പെർമനൻസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് റെഗുലർ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതുവരെയും ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റുകളൊന്നും തന്നെ ഫൈനൽ അക്കൗണ്ട്സിൽ നിന്നും വലുതായിട്ട് ചോദിച്ചിട്ടില്ല. എങ്കിൽ പോലും നിങ്ങളൊരു അഡ്വാൻസ് ആയിട്ട് അതുകൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി 14ാമത്തെ ദിവസം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആൻഡ് നോൺ ട്രേഡിംഗ് ഫേംസ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും എല്ലായ്പ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് പ്രോബ്ലം ആണ്. അതായത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ബിൽസ് പേയബിൾ, ബിൽസ് റിസീവബിൾ തുടങ്ങിയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ തന്നെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിനകത്ത് ഉൾപ്പെടുന്നവയാണ്. അതുപോലെ നോൺ ട്രേഡിംഗ് ഫേംസ് എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും ചോദിക്കാറുള്ളത് സബ്സ്ക്രിപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ഏരിയയിൽ നിന്നും വരാറുണ്ട്. അപ്പം 14ാമത്തെ ദിവസം നിങ്ങൾ യൂണിറ്റ് 3ലെ അക്കൗണ്ടിങ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സും നോൺ ട്രേഡിംഗ് ഫേംസും ഒന്നിച്ച് തന്നെ പഠിച്ചു പോവുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ മുൻ വർഷങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ പ്രോബ്ലം ഒക്കെ ധാരാളമായിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി 15ാമത്തെ ദിവസവും നമ്മൾ യൂണിറ്റ് 3ക്ക് തന്നെ മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ദിവസം എന്ന് പറയുന്നത് കമ്പനി അക്കൗണ്ട്സുകൾ പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. കമ്പനി അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് ഇഷ്യൂ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, വാല്യൂഷൻ ഓഫ് ഗുഡ് വില്ല് ആൻഡ് ഷെയർസ്. ഇതിൽ ഗുഡ് വിൽ കാൽക്കുലേഷൻസ് ചോദിക്കാറുണ്ട്, ഷെയർ ഇഷ്യൂ ചെയ്യുന്ന മെത്തേഡുകൾ, ഷെയർ ഫോർഫീച്ചർ ചെയ്യുവാണെങ്കിൽ ആ പ്രൊസീജിയർ, അതിന്റെ കാൽക്കുലേഷൻസ്, ഡിബഞ്ചർ ഇഷ്യൂ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിബഞ്ചർ ഉണ്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റെഗുലർ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഏരിയയും അതേപോലെ ഷെയറിന്റെ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങളും ഈ ഒരു പോർഷൻസിലെ ആ ഒരു ദിവസം കഴിവതും അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക.
ഇനി 16ാമത്തെ ദിവസം നമുക്ക് യൂണിറ്റ് 3ക്കായിട്ട് മാറ്റി വെക്കാം. യൂണിറ്റ് 3യിലെ കമ്പനി അമാൽഗമേഷൻ അബ്സോർപ്ഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ. ഇതിൽ റെഗുലർ ആയിട്ട് വരാറുള്ളത് അമാൽഗമേഷനിലെ പർച്ചേസ് കൺസിഡറേഷന്റെ കാൽക്കുലേഷൻസ് ആണ്. പർച്ചേസ് കൺസിഡറേഷന്റെ കാൽക്കുലേഷൻസും അതുപോലെ തന്നെ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആൻഡ് അക്വിസിഷൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നെ ഇതും പഠിക്കാൻ ശ്രമിക്കുക. ഇനി ഈ ഒരു അമാൽഗമേഷൻ ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാണ് എന്ന് വരെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ, അതായത് കമ്പനി അമാൽഗമേഷൻ അബ്സോർപ്ഷൻ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അമാൽഗമേഷന് കുറച്ചേറെ പ്രാധാന്യം കൊടുക്കുക. റീകൺസ്ട്രക്ഷന്റെ ഏരിയയിൽ നിന്നും മുൻ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് ഏറിയ പങ്കും ചോദിക്കാറുള്ളത്. ഇനി 17ാമത്തെ ദിവസം മുതൽ 20ാമത്തെ ദിവസം വരെ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന 17ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ബേസിക് കോൺസെപ്റ്റ്സുകൾ തൊട്ടാണ്. അതിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബേസിക് കോൺസെപ്റ്റ്സുകൾ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഗോള്, അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഡിസിഷൻസ്, അതല്ല അതായത് ഇൻവെസ്റ്റ്മെന്റ്, ഡിവിഡൻഡ് ഡിസിഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് ഉൾപ്പെടേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് പ്രോജക്റ്റ് ഇവാലുവേഷൻ. പ്രോജക്റ്റ് ഇവാലുവേഷനകത്ത് പല മെത്തേഡുകളും ഉപയോഗിക്കാറുണ്ട്. അതിൽ ഓരോ മെത്തേഡുകളും തരം തിരിച്ച് തന്നെ പഠിക്കുക. ആ മെത്തേഡ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ കാൽക്കുലേഷൻസും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കാൽക്കുലേഷൻസ് എന്ന് പറയുമ്പോൾ നെറ്റ് പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ തുടങ്ങിയിട്ടുള്ള മെത്തേഡ്സുകളെല്ലാം തന്നെ നന്നായിട്ട് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിന്നും എല്ലായ്പ്പോഴും തിയറിയാണ് ചോദിക്കാറുള്ളത്. ദെൻ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് 19ാമത്തെ ദിവസവും നിങ്ങൾ 5th മൊഡ്യൂളിലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് പോളിസി പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ക്യാപിറ്റൽ സ്ട്രക്ചറും ഡിവിഡൻഡ് പോളിസിയും ഒക്കെ പഠിക്കുന്ന സമയങ്ങളിൽ ഓരോ തരത്തിലുള്ള ഡിവിഡൻഡ് പോളിസീസും വ്യത്യസ്തമായിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തികൾ, അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് പ്രത്യേകം മാർക്ക് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഡിവിഡൻഡ് പോളിസി മോഡൽ ആണെങ്കിൽ പലതരത്തിലുണ്ട്. ഗോർഡൻ മോഡൽ, വോൾട്ടർ മോഡൽ, ഇതെല്ലാം തന്നെ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹൈപ്പോത്തിസിസ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ പഠിച്ചു വെക്കുക. ആൻഡ് 20th ഡേ എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് 5ലെ ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള മാർക്കറ്റിംഗ് മാനേജ്മെന്റിനായിട്ട് മാറ്റിവെക്കുക. അപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക് ലെവൽ കാര്യങ്ങൾ തൊട്ടിട്ട് അഡ്വാൻസ് ലെവലായിട്ടുള്ള കാര്യങ്ങൾ വരെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മാർക്കറ്റിങ്ങിന്റെ പല ഡെഫിനിഷൻസ് തന്നിട്ടുള്ള വ്യക്തികൾ, അവരുടെ പേരുകൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ പ്രൈസിങ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ 4Ps, അതുപോലെ തന്നെ 7Ps, അങ്ങനെയുള്ള കാര്യങ്ങളും പലതരത്തിലുള്ള മാർക്കറ്റിംഗ് രീതികളുണ്ട്, അതെല്ലാം തന്നെ അറിഞ്ഞിരിക്കുക. ആൻഡ് 21 മുതൽ ഡേ 21 മുതൽ 24 വരെ എന്ന് പറയുന്നത് യൂണിറ്റ് 6 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആയിട്ട് മാറ്റിവെക്കുക. അപ്പോൾ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രോബ്ലവും അതോടൊപ്പം തന്നെ തിയറീസും ചോദിക്കാറുണ്ട്. എന്നാൽ ഏറിയ പങ്കും പ്രോബ്ലമാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാറുള്ളത്. അപ്പോൾ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. നമുക്ക് ഏവർക്കും അറിയാം, എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്സ്, ഇത്രയും കോസ്റ്റുകൾ, അതായത് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർഹെഡ് കോസ്റ്റ്, ഇതിന്റെ ഓരോന്നിന്റെയും കാൽക്കുലേഷൻസ് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വേരിയൻസ് അനാലിസിസും, അതായത് മെറ്റീരിയൽ കോസ്റ്റ് പഠിക്കുമ്പോൾ തന്നെ മെറ്റീരിയൽ വേരിയൻസ് അനാലിസിസ് എന്താണ്, ലേബർ കോസ്റ്റ് പഠിക്കുമ്പോൾ ലേബർ വേരിയൻസ് അനാലിസിസ് എന്താണ് എന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ യൂണിറ്റ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, പ്രോഡക്റ്റ് ആൻഡ് ജോയിന്റ് പ്രോഡക്റ്റ് കോസ്റ്റിംഗ് ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രോസസ് കോസ്റ്റിംഗ് നിന്നും മുൻ വർഷങ്ങളിൽ പ്രോബ്ലം ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ് കോസ്റ്റിംഗ് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് സ്ഥാപനങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്, പ്രോസസ് കോസ്റ്റിംഗ് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് സ്ഥാപനങ്ങളാണ് ഉപയോഗിക്കാറുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. അടുത്തത് 22ാമത്തെ ദിവസം എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. ആൻഡ് 23 എന്ന് പറയുന്ന ദിവസം നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, അതായത് നമ്മുടെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലേക്ക് പോകുമ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനകത്ത് ഉൾപ്പെടുന്നവയാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും റേഷ്യോ അനാലിസിസുകൾ ആണ് അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരുന്നത്. കാരണം എല്ലായ്പ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റേഷ്യോ അനാലിസിസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.
അതിൽ ഓരോ റേഷ്യോസും സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. ലിക്വിഡിറ്റി റേഷ്യോ ഏതൊക്കെയാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റേഷ്യോസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ളത് വ്യക്തമായിട്ട് പഠിക്കാൻ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ലിവറേജ് റേഷ്യോ, അതെല്ലാം തന്നെ തരംതിരിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അറ്റ് ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഇപ്പൊ ലാസ്റ്റ് നടന്ന നമ്മുടെ സെറ്റ് എക്സാമിന് എയുടെ ബിയുടെ ലാസ്റ്റ് പോർഷൻ, ലാസ്റ്റ് ഒരു വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്നും 5-6 ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ ബ്രേക്ക് ഈവൻ അനാലിസിസ് അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും പ്രോഫിറ്റ് വോളിയം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, മാർജിനൽ കോസ്റ്റിംഗ്, ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പോർഷനാണ്. അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ട ഒരു പോർഷനാണ് ലാസ്റ്റ് ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്ന യൂണിറ്റ്. അപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സഹായത്തോടു കൂടി വേണം പഠനം ആരംഭിക്കാൻ. അതായത് മുൻവർഷങ്ങളിലെ ക്വസ്റ്റ്യൻസിൽ നിന്നും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏരിയ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, എല്ലായ്പ്പോഴും വരുന്ന ഫോക്കസ് ചെയ്ത് വരുന്ന ചില ഏരിയാസ് ഉണ്ട്. അതായത് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്നും 100% ഉറപ്പിക്കാൻ ക്വസ്റ്റ്യൻ ഉണ്ടാകുമെന്നുള്ളത്. അങ്ങനെയുള്ള ഏരിയാസ് എപ്പോഴും ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാരണം നമുക്കത് എക്സാം ക്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സഹായത്തോടു കൂടി പഠിക്കാൻ ആരംഭിക്കുമ്പോൾ ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ പഠിച്ചിട്ടില്ലാത്തത് അല്ലെങ്കിൽ പുതുതായിട്ട് പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് യൂണിറ്റ് 3-ലെ മുൻവർഷങ്ങളിലെ ക്വസ്റ്റ്യൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നിന്നും അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Which one of the following accounting principle is the base for showing contingent liability as a footnote in the balance sheet? അതായത് കണ്ടിജന്റ് ലൈബിലിറ്റിയെ ബാലൻസ് ഷീറ്റിന്റെ ഫുട്നോട്ട് ആയിട്ട് റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ആൻസർ. ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റിവിറ്റി, കൺസിസ്റ്റൻസി, മെറ്റീരിയാലിറ്റി, ഈ 3 അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സുകൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഓരോ എക്സാമ്പിളും പഠിച്ചു വെച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഐറ്റത്തിനെ ഒഴിവാക്കുക. എപ്പോഴും ഒരു ലോങ് ടേം അല്ലെങ്കിൽ മെറ്റീരിയാലിറ്റി കീപ്പ് ചെയ്യുന്ന ഐറ്റംസ് മാത്രം റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ബിസിനസ്സിൽ സ്റ്റേഷനറിക്ക് ആവശ്യമായിട്ടുള്ള ബുക്ക് അല്ലെങ്കിൽ പെൻസിൽ, പ്രിന്റഡ് പേപ്പേഴ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്നും തന്നെ അസറ്റുകളായിട്ട് റെക്കോർഡ് ചെയ്യാറില്ല അല്ലെ. എന്നാൽ മെഷീനറി അതുപോലെ തന്നെ ടേബിൾ, ചെയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അസറ്റായിട്ട് റെക്കോർഡ് ചെയ്യാറുമുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസമാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റിലൂടെ പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ അടുപ്പിച്ച് 2 തവണ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പർച്ചേസ് കൺസിഡറേഷൻ മെത്തേഡ് ഏത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരമാണ്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14-ലാണ് പർച്ചേസ് കൺസിഡറേഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ എന്തിനകത്ത് ഉൾപ്പെടുന്നത്? അമാൽഗമേഷനകത്ത് ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അഥവാ IFRSനെ കുറിച്ചിട്ടാണ്. ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെയാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അഥവാ IFRS എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ AS എന്നോ IAS എന്നോ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എപ്പോഴും ഇന്ത്യ AS എന്നുള്ള രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രത്യേകം തന്നെ ലിസ്റ്റ് ചെയ്ത് പഠിച്ചു പോവുക. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് പോകുന്ന ഒരു ഏരിയ തന്നെയാണ്. അതോടൊപ്പം തന്നെ പല അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതായത് അസാധുവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് പ്രത്യേകം തന്നെ ഒന്ന് നോക്കി വെക്കാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കോർഡിംഗ് ടു IFRS, a resource controlled by an entity as a result of past event from the which future economic benefit are expressed to flow to the entity. അതായത് നമുക്കറിയാം ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സിനായിട്ട് ഏതൊരു സ്ഥാപനം കരുതി വെക്കുന്നത് അസറ്റ് തന്നെയാണ്. അസറ്റ് പ്രസന്റ് പീരീഡിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പീരീഡിലേക്കാണ് അല്ലെ. ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷെയറിന്റെ വാല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഷെയർ വാല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെത്തേഡുകൾ എന്ന് പറയുമ്പോൾ ഇൻകം മെത്തേഡ് ഉണ്ട്, അസറ്റ് മെത്തേഡ്, മാർക്കറ്റ് മെത്തേഡ്, ഡിവിഡൻഡ് ഈൽഡ് മെത്തേഡ്, അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ്സും ഉണ്ട്. അതിൽ ഇൻകം മെത്തേഡ്സിനകത്ത് വരുന്ന പ്രധാനമായിട്ടുള്ള മെത്തേഡാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് ഓർ പ്രൈസ് ഏർണിംഗ് കപ്പാസിറ്റി മെത്തേഡ് അഥവാ PEC മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്
ഇപ്പോൾ ഒരു ഷെയറിനകത്ത് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന്റെ ഫ്യൂച്ചർ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ഉപയോഗിക്കാറുള്ളത്. ഇനി ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഈ ഒരു പ്രോബ്ലം ഏരിയ എന്ന് പറയുന്നത് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻകംപ്ലീറ്റ് അക്കൗണ്ട്സിൽ നിന്നും ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മുൻ വർഷങ്ങളാണെങ്കിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ബിൽസ് പേയബിൾ, ബിൽസ് റിസീവബിൾ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടുകളൊക്കെ തയ്യാറാക്കാനായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസും അതിനകത്ത് ഉൾപ്പെടാറില്ല. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിസ്സിംഗ് ആയിട്ടുള്ള ഓരോ എലമെന്റ്സും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിലെ പ്രധാന ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി ക്രെഡിറ്റ് സെയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ക്രെഡിറ്റ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ്, ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ്, ബാഡ് ഡെപ്റ്റ്, കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ ഒബ്റ്റൈൻഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഇത്രയും ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ക്രെഡിറ്റ് സെയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എടുക്കുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ്, അതായത് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് റെക്കോർഡ് ചെയ്യുക. അതുപോലെ തന്നെ ചെക്ക് ഡിസോണേഡ് ആവുക, ബിൽ ഡിസോണേഡ് ആവുക, ക്രെഡിറ്റ് സെയിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യാറുള്ളത്. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ക്യാഷ് റിസീവ്ഡ്, ചെക്ക് റിസീവ്ഡ്, കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്, ഡിസ്കൗണ്ട് അലൗഡ്, ബാഡ് ഡെപ്റ്റ്, അതോടൊപ്പം ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ്, ഇത്രയും കാര്യങ്ങളുമാണ് ക്രെഡിറ്റ് സൈഡിൽ ഉൾപ്പെടാറുള്ളത്. അപ്പൊ ഇവിടെ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 35,000 ആണ് തന്നിട്ടുള്ളത്. ബാക്കി ഒന്നും തന്നെ ഇല്ല, അതായത് ചെക്ക് ഡിസോണേഡ്, ബിൽ ഡിസോണേഡ് തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പൊ ഡെബിറ്റ് സൈഡിൽ ഉൾപ്പെടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എന്താണ്? 35,000 ആയിട്ടുള്ള ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഏത് സൈഡിലാണ്? ക്രെഡിറ്റ് സൈഡിലാണ് ഉൾപ്പെടുന്നത് അല്ലെ? ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ്, കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ ഒബ്റ്റൈൻഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ക്രെഡിറ്റ് സൈഡിൽ ഉൾപ്പെടുന്ന എല്ലാ ഐറ്റംസും ആദ്യമേ ആഡ് ചെയ്യുക. അതിനുശേഷം ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സുമായിട്ട് കുറയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യുമ്പോഴാണ് ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത്. അതായത് ആ ഒരു കാലയളവിലെ ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ്, ബാക്കിയുള്ള ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ്, ബാഡ് ഡെപ്റ്റ്, കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഇതിൽ നിന്നുമെല്ലാം ആഡ് ചെയ്തിട്ട് ഈ ഒരു 35,000 ഡിഡക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ലഭിക്കുന്നത്? ക്രെഡിറ്റ് സെയിൽ ഫോർ ദ പീരീഡ് ലഭിക്കുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ നിന്നും ഏകദേശം നമുക്കൊരു 3 മാർക്കോളം സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം മുൻ വർഷങ്ങളിലൊക്കെ തന്നെ മോർ ദാൻ 2 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് തന്നിട്ടുള്ളത്. മാച്ച് ദ ഫോളോവിംഗ് ആണ്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2, 7, 11 ആൻഡ് 16 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 വളരെ കോമൺ ആയിട്ട് ഉള്ളതാണ്. വാല്യൂഷൻ ഓഫ് ഇൻവെന്ററി ആണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 പ്രകാരം പറയുന്നത്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7 ഉൾപ്പെടുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ ആണ്. ഓപ്ഷൻ ഡി ആണ് സെക്കൻഡ് ലിസ്റ്റിലെ. ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 11 പ്രകാരം പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് കോൺട്രാക്ട്സിനെ കുറിച്ചിട്ടും ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 16 പ്രകാരം പറയുന്നത് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്സിനെ കുറിച്ചിട്ടുമാണ്. അപ്പൊ നമ്മൾ എല്ലായ്പ്പോഴും ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. അടുത്തായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ടിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈനൽ അക്കൗണ്ടിൽ നിന്നും ഒന്നുകിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി അതിൽ നിന്നും നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളത്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ക്യാരേജ് ഔട്ട്വാർഡ് തന്നിട്ടുണ്ട്, ക്യാരേജ് ഇൻവാർഡ് തന്നിട്ടുണ്ട്, റെന്റ് റിസീവ്ഡ്, അതർ എക്സ്പെൻസും തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ക്യാരേജ് ഇൻവാർഡ് എന്ന് പറയുന്നത് എന്തിൽ ഉൾപ്പെടാറില്ല? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് ഉൾപ്പെടാറില്ല. ക്യാരേജ് ഇൻവാർഡ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ക്യാരേജ് ഇൻവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രോസ് പ്രോഫിറ്റിനോടൊപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും റവന്യൂ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് 6,500 ആണ്. അതിനോടൊപ്പം റെന്റ് റിസീവ് ചെയ്തു എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പൊ 6,500നോടൊപ്പം എന്ത് ആഡ് ചെയ്യുക? നമ്മൾ ഈ 5,000 ആഡ് ചെയ്യുക. അപ്പൊ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 7,000 വന്നു അല്ലെ? ഇനി ഈ ഇൻകത്തിൽ നിന്നും എക്സ്പെൻസ് ഡിഡക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്?
പ്രോഫിറ്റ് ഓർ ലോസ് ലഭിക്കുന്നത്. അപ്പം ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 7,000 ഉണ്ട്. അതിൽ നിന്നും എക്സ്പെൻസ് കുറയ്ക്കുക. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ക്യാരേജ് ഔട്ട്വാർഡ് എന്ന് പറയുന്നത് ഒരു സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് ഒരു 200 ഉണ്ട്. അതോടൊപ്പം തന്നെ അതർ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ഒരു 3,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3,000 അതോടൊപ്പം തന്നെ ഈ ഒരു 2,000 കുറയ്ക്കുക. ഈ ഒരു 7,000 നിന്നും കുറയ്ക്കുമ്പോൾ ബാലൻസിങ് ഫിഗർ ആയിട്ട് വരുന്ന 3,800 ആണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, ടോട്ടൽ റവന്യൂവിൽ നിന്നും, അതായത് ടോട്ടൽ ഇൻകത്തിൽ നിന്നും എക്സ്പെൻസ് ഡിഡക്ട് ചെയ്യുമ്പോഴാണ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ലഭിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഗ്രോസ് പ്രോഫിറ്റിനോടൊപ്പം മറ്റ് ഇൻകം റിസീവ് ചെയ്തിട്ടുള്ളവ ആഡ് ചെയ്യുക. ഇതിൽ റെന്റ് റിസീവ്ഡ് ആയിരുന്നു, ആഡ് ചെയ്തു. ബാക്കിയുള്ള എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ക്യാരേജ് ഔട്ട്വാർഡ് മാത്രമാണ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതുപോലെ തന്നെ അതർ എക്സ്പെൻസും ഉണ്ട്. ക്യാരേജ് ഇൻവാർഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ മാത്രമാണ് ഇത് ഉൾപ്പെടുന്നത്. അപ്പോൾ ക്യാരേജ് ഇൻവാർഡ് ഒക്കെ എന്ത് ചെയ്യും, ട്രേഡിംഗ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്ത് അതിന്റെ ബാലൻസ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അമോർട്ടൈസേഷൻ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോഴാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതാണ് ഡിപ്രീസിയേഷൻ. അതുപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, യൂണിറ്റ് 5 ഫിനാൻഷ്യൽ മാനേജ്മെന്റില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ്. ആദ്യം തന്നെ എബിറ്റ് കാൽക്കുലേഷൻ ആണ്. എബിറ്റ് എന്ന് പറയുമ്പോൾ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. എബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് പോലെ തന്നെ ഉള്ള ഒന്നാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷനോടൊപ്പം ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ ചിലപ്പോഴൊക്കെ വരാറുള്ളത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിലും കറക്റ്റ് തന്നെയാണ്. അപ്പൊ സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യുമ്പോഴാണ് കോൺട്രിബ്യൂഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഒരു കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ലഭിക്കും. ഇനി അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്യാപിറ്റൽ സ്ട്രക്ചർ, ഡിവിഡൻഡ് തിയറി ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇത് മൂന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും അതുപോലെ തന്നെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള തിയറികളും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ വോൾട്ടേഴ്സ് മോഡൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡിവിഡൻഡ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് വോൾട്ടേഴ്സ് മോഡൽ. വോൾട്ടേഴ്സ് മോഡൽ കൂടാതെ തന്നെ ഗോർഡൻ മോഡലും ഡിവിഡൻഡ് തിയറിയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതായത് പലതരത്തിലുള്ള പ്രൊജക്റ്റുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സുകളാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് തുടങ്ങിയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലായ്പ്പോഴും ചോദിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഓരോ വ്യക്തികളും അവരുടെ തിയറീസും വ്യക്തമായിട്ട് അറിഞ്ഞു വെക്കുക. അടുത്തതായിട്ട് ഡിവിഡൻഡ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിലവൻസ് തിയറി ഓഫ് ഡിവിഡൻഡ് വാസ് സപ്പോർട്ടഡ് ബൈ ഗോർഡൻ ആൻഡ് വോൾട്ടർ. രണ്ടുപേരും തന്നെ ഡിവിഡൻഡ് റിലവൻസ് തിയറിയെ സപ്പോർട്ട് ചെയ്തവരാണ്. ഗോർഡൻ, ലിൻഡർ, അതുപോലെ തന്നെ വോൾട്ടർ, റിക്കാർഡ്സൺ തുടങ്ങിയിട്ടുള്ള വ്യക്തികളെല്ലാം തന്നെ ഡിവിഡൻഡ് തിയറിയെ കുറിച്ച് അല്ലെങ്കിൽ റിലവൻസ് ഓഫ് ഡിവിഡൻഡ് തിയറിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രധാനമായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ആർ അസോസിയേറ്റഡ് വിത്ത് ദ റിലവൻസ് തിയറി ഓഫ് ഡിവിഡൻഡ്. അക്കോർഡിംഗ് ടു ദീസ് ഓതേഴ്സ് എ വെൽ റീസെന്റ് ഡിവിഡൻഡ് പോളിസി ക്യാൻ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ദ ഫേം പൊസിഷൻ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. അതായത് ഒരു നല്ല ഡിവിഡൻഡ് പോളിസി ഉള്ള സ്ഥാപനത്തിന് മാത്രമേ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ ഷെയറിന് ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാകൂ എന്നുള്ള രീതിയിലാണ്. അതായത് ഒരു ഫേമിന്റെ വാല്യൂഷനകത്ത്, ഷെയർ വാല്യൂഷനകത്ത് ഡിവിഡൻഡ് നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ് എന്നുള്ളതാണ് റിലവൻസ് ഓഫ് ഡിവിഡൻഡ് തിയറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതും വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബേർഡിംഗ് ഹാൻഡ് എന്ന് പറയുന്നത്. ഗോർഡൻ ആണ് ബേർഡിംഗ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഗോർഡൻ ബേർഡിംഗ് ഹാൻഡ് അപ്രോച്ച് സജസ്റ്റ് ദാറ്റ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും കറന്റ് ഡിവിഡൻഡിനാണ് പ്രിഫർ ചെയ്യുന്നത് ഓവർ റിട്ടേൺ ഏർണിങ്സ്. അതായത് റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യത കണക്കാക്കിക്കൊണ്ട് കറന്റ് പ്രോഫിറ്റിൽ നിന്നും കറന്റ് ഡിവിഡൻഡ് ലഭിക്കുക എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അല്ലാണ്ട് റീറ്റേൺ ഏർണിങ്സിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് കറന്റ് ഡിവിഡൻഡ് ആണ്. അറ്റ് പ്രസന്റ് ഇൻകത്തിന് മാത്രമാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അടുത്തത് എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് ഇർലവൻസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ത്രൂ.
അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്തും റിലവൻസ് തിയറിയും ഉണ്ട്, ഇർറിലവൻസ് തിയറിയും ഉണ്ട്. ഇതിൽ റിലവൻസ് തിയറി എന്ന് പറയുന്നത് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. മോദിഗിലാനി ആൻഡ് മില്ലർ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ തിയറി പ്രധാനമായിട്ടും പറയുന്നത് ആർബിട്രേജ് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കുകൾ വളരെ വ്യക്തമായി തന്നെ പഠിച്ചു വെക്കുക. അതായത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകളും നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകളും അവയുടെ വ്യത്യാസങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വേരിയസ് ടെക്നിക്കുകളും പ്രത്യേകം തന്നെ ലിസ്റ്റ് ചെയ്ത് പഠിച്ചു പോകേണ്ടതാണ്. കാരണം റെഗുലർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കുകളൊക്കെ. അതിൽ പ്രധാനമായിട്ടുമുള്ള ഒന്നാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകൾ. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ടൈം വാല്യൂ ഓഫ് മണിയെ കൺസിഡർ ചെയ്തുകൊണ്ട് ഉള്ളൊരു ടെക്നിക്കാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്ക്. അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റിന് മേലെ നമുക്ക് ഫ്യൂച്ചർ ലഭിക്കാൻ പോകുന്ന ക്യാഷ് ഫ്ലോയെ അനലൈസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ടൈം വാല്യൂ ഓഫ് മണിയെ കൺസിഡർ എന്നുള്ള ഘടകം. അപ്പം ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യാത്ത ടെക്നിക്കുകളാണ് നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ അഥവാ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണിയെ കൺസിഡർ ചെയ്യാതെയുള്ള ടെക്നിക്കുകളാണ്. ഇന്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് നെറ്റ് പ്രസന്റ് വാല്യൂ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോഴും ആ ഒരു ഏരിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് അറിയാനുണ്ട് എന്നുള്ളത് വ്യക്തമായി നോട്ട് ചെയ്ത് പോവുക. മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഫേം ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ are independent of its capital structure is a basic assumption of dash. ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് ആണ് അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച്, നെറ്റ് ഇൻകം അപ്രോച്ച് തുടങ്ങിയിട്ടുള്ളവ. ഇതിൽ അപ്രോച്ചിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ ഒരു ഫേമിന്റെ ഓവറോൾ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നല്ല എന്നാണ്. അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ അപ്രോച്ച് തന്നെയാണ്. അപ്രോച്ചിന്റെ അസംഷൻസിനകത്താണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്ന ഘടകങ്ങളല്ല എന്നുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മാർക്കറ്റിംഗ് മയോപ്പിയ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടേം ആണ്. ഇത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് തിയാണ്ടർ ലെവിറ്റ് ആണ്. അദ്ദേഹമാണ് മാർക്കറ്റിംഗ് മയോപ്പിയ എന്നൊരു ആശയം കൊണ്ടുവന്നത്. അപ്പൊ മാർക്കറ്റിംഗ് മയോപ്പിയ പറയുന്നത് ഒരു ബിസിനസ് ഒരു ഷോർട്ട് ടേം ഗോളിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുകയും എന്നാൽ ലോങ് ടേം ഗോൾ വിട്ടുപോവുകയും ചെയ്യുന്ന ഒരു കേസിനെയാണ് മാർക്കറ്റിംഗ് മയോപ്പിയ എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് സെയിൽസ് നടത്തപ്പെടുന്നുണ്ട്, സെല്ലിംഗ് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ പ്രിഫറൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മാർക്കറ്റിംഗ് മയോപ്പിയയിൽ പറയുന്നത്. യൂണിറ്റ് 6-ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ സഹായത്തോട് കൂടിയിട്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് തന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോവിങ്ങിന് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് പൊതുവെ സർവീസ് ഓർഗനൈസേഷൻസ് ആണ് ഫോളോ ചെയ്യാറുള്ളത്. സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രീസ് ഫോളോ ചെയ്യുന്ന രീതിയാണ്. അടുത്തതായിട്ട് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓയിൽ റിഫൈനറീസ് ഒക്കെ പോലെയുള്ള സ്ഥാപനങ്ങളാണ് പ്രോസസ് കോസ്റ്റിംഗ് അവലംബിക്കാറുള്ളത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിനകത്ത് വരുന്ന ഒരു കാര്യമാണ് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഓരോ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കുകയും അതിനെ ആക്ച്വലുമായി കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 4 പോയിന്റ്സ് ആണ് പഠിക്കാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് ഇതുപോലെ തന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ സർവീസ് ഓർഗനൈസേഷൻസ്. ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ മൈനസ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ്. അപ്പോൾ ഇതൊരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ അതുപോലെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഒക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. മാനേജ്മെന്റ് അക്കൗണ്ടിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. പ്രോബ്ലം ആയിട്ടും തിയറി ആയിട്ടും ഈ ഏരിയയിൽ നിന്നും നിരവധി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ മാച്ച് ദ ഫോളോവിങ്ങിനകത്ത് വന്നിട്ടുള്ളത് കറന്റ് റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആൻഡ് സ്റ്റോക്ക് വെലോസിറ്റി ആണ്. കറന്റ് റേഷ്യോന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ലിക്വിഡിറ്റി റേഷ്യോ ആണ്. അതുപോലെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് സോൾവൻസി റേഷ്യോവും. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡിന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോയുമാണ്. അതുപോലെ സ്റ്റോക്ക് വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ടേൺ ഓവർ റേഷ്യോയുമായി റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതുവരെയും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ പോലും ഇനിയുള്ള സമയം പഠിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പൊ ഈ 25 ദിവസത്തെ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ 24 ദിവസം നിങ്ങൾ ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചു തീരുക. അതിനുശേഷം
ആ 25th ഡേ എന്ന് പറയുന്നത് ഒരു റിവിഷൻ ആയിട്ട് മാറ്റിവെക്കുക. 24 ദിവസവും നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഡേ മാറ്റിവെക്കുക. ആ ഒരു 25th ഡേ എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിനോട് വളരെ അടുത്ത് വരുന്ന ഒരു ദിവസമായിരിക്കും. ആ ഒരു ദിവസം നിങ്ങൾ ആദ്യത്തെ യൂണിറ്റ് മുതൽ അവസാനത്തെ യൂണിറ്റ് വരെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അതൊന്ന് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ സെറ്റ് നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അന്ന് അതേപോലെ തന്നെ എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ആ വർഷത്തെ കട്ട് ഓഫ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അതേപോലെ തന്നെ നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് നടത്തിപ്പെട്ടിട്ടുണ്ടോ, അതൊരു സെൽഫ് അസസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഈ ഒരു റിവിഷൻ പ്രയോജനപ്പെടുത്തുക. അപ്പൊ റിവൈസ് ചെയ്യുമ്പോൾ എല്ലാ യൂണിറ്റുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തണം. എല്ലാ യൂണിറ്റുകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്, ഡൗട്ടുള്ള ഏരിയാസ് എല്ലാം തന്നെ കവർ ചെയ്യുന്ന ഒരു റിവിഷൻ ആയിരിക്കണം. അപ്പൊ റിവിഷനോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കൺസിസ്റ്റൻസി ഉണ്ടാവുക. നിങ്ങളിപ്പം ആദ്യത്തെ ദിവസം പഠിക്കാനിരുന്നു, അതേ ഉന്മേഷം തന്നെ നിങ്ങൾക്ക് ഈ ഡേ 25ലും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ നിങ്ങൾക്ക് ലഭിക്കുന്നത് അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അതിൽ പ്രോബ്ലംസ് ഒക്കെ നിങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. മോക്ക് ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരു ഫുൾ ലെങ്ത് ഒരു അറ്റ്ലീസ്റ്റ് 1 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് എങ്കിലും നിങ്ങൾ എക്സാമിന് മുമ്പ് ചെയ്തിട്ടുണ്ടാവണം. റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പോൾ ഒരു ലാസ്റ്റ് ഡേ മാത്രമല്ല, നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ റെഗുലർലി അതിലേക്ക് ഈ കോൺസെപ്റ്റ് ഒക്കെ തന്നെ റിവൈസ് ചെയ്ത് പോവുക. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായ മറ്റൊന്നാണ് ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക. നല്ല സമയങ്ങൾ പഠനത്തിനായിട്ട് വിനിയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഈ സെറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ടോസ് അക്കാഡമിയുടെ എല്ലാവിധ ആശംസകളും ഉണ്ട്. അടുത്ത വർഷം നിങ്ങൾക്ക് സെറ്റിന്റെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്.